ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനാണ്. നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ അല്ലെങ്കിൽ ഫിറോസ്, നമുക്ക് എങ്ങനെ സിബിൽ സ്കോർ കൂട്ടാം? സിബിൽ സ്കോർ കൂട്ടാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ആൾ എന്നോട് സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി 10,000 ചോദിച്ചു, 15,000 ചോദിച്ചു, 20,000 ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്, നിങ്ങൾ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പോയി പെടരുത്. ഒരു 99% അങ്ങനെയുള്ള ടീംസ് എല്ലാം ഉഡായിപ്പാണ്. ഞാനും പല സ്ഥലത്തും ഇങ്ങനെ ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂട്ടാനോ അല്ലെങ്കിൽ അവർ ചെയ്യില്ല. അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഉണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. 99% ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. കാരണം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, നമ്മൾ അഡ്വാൻസ് ഒരുപാട് പേർക്ക് പൈസ പോയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് എന്താ പറയുന്നത് എമൗണ്ട്, പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞ് നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് ലോൺ തരാമെന്ന് പറയുന്നത്. അപ്പോൾ അതും ഉഡായിപ്പാണ്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് സിബിൽ സ്കോർ കൂട്ടാം എന്ന് പറഞ്ഞ് കുറേ ടീമുകൾ നിങ്ങളെ സമീപിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, നിങ്ങളുടെ പൈസ പോകും. അപ്പോൾ നമുക്ക് സിബിൽ സ്കോർ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങളിപ്പോൾ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി എന്ത് തയ്യാറെടുപ്പുകൾ നടത്തിയാലും, ഇൻ കേസ് തയ്യാറെടുത്താൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ള നിങ്ങളുടെ ലോണുകൾ അടച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്താ പറയുന്നത് ഈ ഒരു ഓപ്ഷനിൽ, ഞാൻ പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും, പക്ഷേ അടുത്ത മാസം ആവുമ്പോൾ വീണ്ടും കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിലവിലുള്ള ഏത് ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ, പേഴ്സണൽ ലോൺ, ബൈക്ക് ലോൺ, ഹോം ലോൺ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്യൂ ഉണ്ടെങ്കിൽ, ഡ്യൂ മീൻസ് അറിയാമല്ലോ, നിങ്ങൾ പെൻഡിങ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സിബിൽ സ്കോർ, കാരണം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് 600-ലും 550-ലും, അതായത് എല്ലാ ഡ്യൂവും അടച്ചതിന് ശേഷവും ഇപ്പോഴും 500-ലും 550-ലും 600-ലൊക്കെ കിടക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അതെനിക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കാണ് ഈ ഒരു എന്താ പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു മീൻസ് സിബിൽ സ്കോർ ബൂസ്റ്റർ എന്ന് പറയുന്ന കാർഡ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ 750-ന് മുകളിൽ കൂട്ടാൻ പറ്റുന്ന ഒരു റുപ്പേ കാർഡാണ് നിങ്ങൾക്കിവിടെ എന്താ പറയുന്നത് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. ഒരു ഇൻകം പ്രൂഫോ ഒന്നും തന്നെ വേണ്ട, പിന്നെ സിബിൽ സ്കോർ ഒന്നും ഇതിന് വേണ്ട. ഓക്കെ, കാരണം ഇത് FD ബേസ്ഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസയോ ഒന്നും നഷ്ടപ്പെടില്ല. കാരണം ആദ്യമേ തന്നെ പറയാമല്ലോ, ഇത് നമുക്ക് ഒരു 5,000 രൂപ നിങ്ങൾക്കിതിൽ FD ആയിട്ട് ഇടേണ്ടി വരും. FD മീൻസ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇടാനെന്നല്ല പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇട്ടേണ്ട പിറ്റേന്ന് തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്കാൻ ചെയ്തോ, അല്ലെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്യാം. 4,500 രൂപ വരെ നിങ്ങൾക്കിതിൽ നിന്ന് എന്താ പറയുന്നത് നിങ്ങൾക്ക് പിൻവലിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് 100% സെക്യൂറാണ്. SBI ബാങ്കാണ് ഈ ഒരു FD ബേസ്ഡ് കാർഡ് ഓഫർ ചെയ്യുന്നത്. RBIയുടെ അണ്ടറിലാണ്, സ്ട്രിക്റ്റ്ലി ബേസ്ഡ് ഓൺ RBI റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അതേപോലെ തന്നെ ഇത് ഇൻഷുർഡ് അപ് ടു 5 lakhs. DICGC എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിൽ ഇൻഷുർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൈസ പോകുമെന്ന് ആരും പേടിക്കേണ്ട, അത് ഞാൻ ഗ്യാരണ്ടി തരാം. 100% ഇത് ബിലീവബിൾ ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സെയിം ഡേ തന്നെ കാർഡ് ആക്റ്റീവ് ആകും. ഒരു ഇൻകം പ്രൂഫോ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ ടു നിങ്ങളുടെ സിബിൽ സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫാസ്റ്റസ്റ്റ് വേ ആണ്. നിങ്ങൾക്ക് UPI തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല പൈസ. അപ്പോൾ ചായ കുടിച്ചാലോ ഫുഡ് കഴിച്ചാലോ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് കൊടുക്കാം, പർച്ചേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് 40 നമ്മളെ ക്രെഡിറ്റ് കാർഡിൽ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ SBIയുടെയോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് 45 ഡേയ്സാണ് ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് കിട്ടുന്നത്. 45 ദിവസം വരെ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇത് 45 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പൈസ അടയ്ക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ, 3-4 മാസം കഴിയേണ്ട ഒരു 2 മാസം കഴിയുന്ന സമയത്ത്, അവർ പറയുന്നത് 1 മാസമാണ്, എന്നാൽ ഞാൻ 1 മാസം കൂടെ കൂട്ടി പറഞ്ഞതാണ്, ഒരു 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ വളരെ കൂടുതലാകും. ഓക്കെ, അത് ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ സിബിൽ സ്കോർ മുമ്പ് അത് പിന്നീടൊരു സാഹചര്യത്തിൽ പറയാം, അത് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇടുന്ന ഈ ഒരു FD നിങ്ങൾക്ക് ഇതിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 7% ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഈ FD ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് 5000 രൂപ എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുമ്പ് ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് അടയ്ക്കേണ്ട പോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മനസ്സ് പഠിച്ചിരുന്ന് കാണും. പക്ഷേ അത് നിങ്ങളിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ് ഈ ഒരു സിബിലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ കുട്ടികളുടെ മാരേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പഠിത്തം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം നമുക്ക് സിബിൽ സ്കോർ കൂടിയേ തീരുള്ളൂ. ഇപ്പോൾ കാരണം ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സിബിൽ സ്കോർ കൂടിയേ തീരുകയുള്ളൂ. കാരണം ഇപ്പോൾ പൈസയുടെ മൂല്യം ഇപ്പോൾ വളരെ കുറവാണ്. ഓക്കെ, ഇനി ടോപ്പ് ബ്രാൻഡായ സ്വിഗ്ഗി, സൊമാറ്റോ, ബുക്ക് മൈ ഷോയിലെല്ലാം നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 8% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ UPI ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിങ്ങൾ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിഷ്യൽ ഉള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ നെയിം ചോദിക്കും, ഫോൺ നമ്പർ ചോദിക്കും, മെയിൽ ID ചോദിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതിൻ്റെ OTP കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റാർട്ടിങ് 5000 ആയിരിക്കും, മിനിമം 5000, മാക്സിമം പോയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 25,000 30,000 മാക്സിമം ഒന്നും ആരും യൂസ് ചെയ്യേണ്ട, മിനിമം ആയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം ഇത് വളരെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് വേറെ ഏതെങ്കിലും ഏജൻസിയിൽ പൈസ കൊടുത്ത് ഒരുപാട് പേർക്ക് സിവിൽ കൂട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം സിവിൽ കൂട്ടാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു SBM ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പൈസ അതേപോലെ നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾ ഈ ഒരു FD ഇട്ടതിൻ്റെ പിറ്റേന്ന് മുതൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി യൂസ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 7% ഇൻട്രസ്റ്റ് മന്ത്ലി കിട്ടും. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഫില്ല് ചെയ്യുന്നതിലോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒരു വീഡിയോ KYC വരും. അത് നമുക്കറിയാമല്ലോ, വീഡിയോ KYCയിൽ നമ്മൾ അവർ സെൽഫി ചോദിക്കും, ഒരു എക്സിക്യൂട്ടീവ് സംസാരിക്കുന്നത് ഒരു സെൽഫി ചോദിക്കും. പിന്നെ നമ്മുടെ പാൻ കാർഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കാൻ പറയും. അപ്പോൾ അങ്ങനെ അതാണ് വീഡിയോ KYC എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന എല്ലാവർക്കും ഫില്ല് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.